കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഃ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാണ്ഡം 5-ാം സർഗം 28-ാമത്തെ ശ്ലോകം ചെയ്താണ് നിർത്തിയത്. ഇന്നലെ ശൂർപ്പണഖ പറയണത് കേട്ടിട്ട് ഖരൻ കോപപരവശനായിട്ട് പുറപ്പെട്ടു. ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ള 14,000 രാക്ഷസന്മാരെ രാമനെ വധിക്കാനുള്ള ആഗ്രഹത്തിൽ രാമൻ്റെ സമീപത്തേക്ക് പോവാൻ പറഞ്ഞു. എല്ലാവരും പലതരത്തിലുള്ള ആയുധങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചും കൊണ്ട് ഭയങ്കര ബഹളം വെച്ചും കൊണ്ട് രാമൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ രാമൻ ആ ശബ്ദം കേട്ടിട്ട് ഈ വലിയ രാക്ഷസന്മാർ യുദ്ധത്തിന് വരുന്ന ശബ്ദം, 14,000 രാക്ഷസന്മാർ വരുന്ന ശബ്ദം, ആയുധങ്ങളുടെയൊക്കെ ശബ്ദം കേട്ടിട്ട് രാമൻ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിയത്. അപ്പോൾ നമുക്ക് എന്താ പറഞ്ഞതെന്ന് നോക്കാം. ശ്രീരാമൻ 29, 30, 31 ഒന്നിച്ച്. ശ്രൂയതേ വിപുല ശബ്ദോ നൂനമായാന്തി രാക്ഷസാ ഭവിഷ്യതി മഹദ്യുദ്ധം നൂനമദ്യമയാ സഹ സീതാം നീത്വാ ഗുഹാം ഗത്വാ തത്ര തിഷ്ഠ മഹാബല ഹന്തുമിച്ഛാമ്യഹം സർവാൻ രാക്ഷസാൻ ഘോരരൂപിണ അത്ര കിഞ്ചിന്ന വക്തവ്യം ശാപിതോസി മമോപരി തഥേതി സീതാം ആദായ ലക്ഷണോ ഗഹ്വരം യയൗ. വിപുല ശബ്ദ ശ്രൂയതേ. ഇതാ വലിയ ശബ്ദം കേൾക്കാണ്ട ലക്ഷ്മണ. രാക്ഷസാഹ ആയാന്തി നൂനം. ശൂർപ്പണഖ പോയി പറഞ്ഞിട്ട് രാക്ഷസന്മാർ നമ്മുടെ നേരെ വരുന്നുണ്ടെന്ന് തീർച്ച. അദ്യ മയാ സഹ. ഇപ്പോൾ എന്നോട് മഹത് യുദ്ധം ഭവിഷ്യതി. ഞാനായിട്ടിപ്പോൾ കണ്ടോളൂ, വലിയ യുദ്ധം ഉണ്ടാവാൻ പോവുകയാണ്. ഞാൻ അവരോട് യുദ്ധം ചെയ്യാമെന്നർത്ഥം. മഹാബലശാലിയായിട്ടുള്ള ഹേ ലക്ഷ്മണ, മഹാബലശാലിയായിട്ടുള്ള ലക്ഷ്മണ, സീതാം നീത്വ ഗുഹാം ഗത്വ. സീതയെ കൊണ്ട് ആ ഗുഹയിൽ അകത്തേക്ക് പോകാൻ പറയൂ. സീത ഗുഹയുടെ അകത്തേക്ക് പൊക്കോളാൻ പറയൂ സീതോട്. തത്ര തിഷ്ഠ. അവിടെ എന്നിട്ട് നീ ആ ഗുഹയുടെ മുമ്പിലിരിക്കൂ. സർവാൻ ഘോരരൂപിണ രാക്ഷസാൻ. ഈ ഭയങ്കര സ്വരൂപികളായിട്ടുള്ള എല്ലാ രാക്ഷസന്മാരെയും ഹന്തും അഹം ഇച്ഛാമി. ഞാൻ തന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. അത്ര കിഞ്ചിത് ന വക്തവ്യം. വേണ്ടാന്നൊന്നും പറയരുത്, ഇതിലൊന്നും നീ പറയരുത്. ഞാൻ പറയണത് കേട്ടാൽ മതി. മമ ഉപരി ശാപിത അസി. എൻ്റെ മേൽ നീ ശപഥം ചെയ്തിരിക്കുന്നു. ഞാൻ പറയണത് തന്നെ കേൾക്കണം, നീ ആവാന്നൊന്നും പറയണ്ട, ഞാൻ തന്നെ അവരെ കൊന്നോളാം എന്ന് പറയാം ശ്രീരാമനി. അത് വേണ്ടാന്നൊന്നും പറയണ്ടാന്ന്. തഥാ ഇതി സീതാം ആദായ. ശരിയെന്ന് പറഞ്ഞ് സീതയെ കൂട്ടിക്കൊണ്ട് ലക്ഷ്മണ ഗഹ്വരം യയൗ. ലക്ഷ്മണൻ ഗുഹയെ പ്രവേശിച്ചു. അപ്പോൾ ഇവർ വരണ ശബ്ദം കേട്ടപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, ഹേ ലക്ഷ്മണ, ദാ ഈ രാക്ഷസന്മാർ നമ്മളോട് യുദ്ധത്തിന് വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ശബ്ദം കേൾക്കാണ്ട് രാക്ഷസന്മാർ തീർച്ചയായിട്ടും ശൂർപ്പണഖരനോട് പോയി പറഞ്ഞ് രാക്ഷസന്മാർ നമ്മളോട് യുദ്ധത്തിന് വരികയാണ്, അത് തീർച്ചയാണ്. ഇപ്പോൾ ഇവിടെ വലിയൊരു യുദ്ധം നടക്കാൻ പോവുകയാണ്. നീ ഒരു കാര്യം ചെയ്യൂ, നീയ് മഹാബലവാനല്ലേ, നീയ് സീതയും കൂട്ടി ഗുഹയിൽ ചെന്നിരിക്കൂ. ഈ ഭയങ്കര രൂപികളായ എല്ലാ രാക്ഷസന്മാരെയും ഞാൻ തന്നെ വധിച്ചോളാം. ഇതിന് നീ മറുത്തൊന്നും പറയരുത്. ഞാൻ പറയുന്നത് മറുത്ത് പറയില്ല എന്ന് നീ ശപഥം ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പോയി യുദ്ധം ചെയ്തോളാം എന്നൊന്നും പറയരുത്. ഞാൻ തന്നെ ചെയ്തോളാം, നീ ഞാൻ പറയണത് കേട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ലക്ഷ്മണൻ സീതയെ കൂട്ടി ഗുഹയുടെ ഉള്ളിലേക്ക് പോയി. ശ്രൂയതേ വിപുല ശബ്ദോ നൂനമായാന്തി രാക്ഷസാ ഭവിഷ്യതി മഹദ്യുദ്ധം നൂനമദ്യമയാ സഹ സീതാം നീത്വാ ഗുഹാം ഗത്വാ തത്ര തിഷ്ഠ മഹാബല ഹന്തുമിച്ഛാമ്യഹം സർവാൻ രാക്ഷസാൻ ഘോരരൂപിണ അത്ര കിഞ്ചിന്ന വക്തവ്യം ശാപിതോസി മമോപരി തഥേതി സീതാമാദായ ലക്ഷണോ ഗഹ്വരം യയൗ. പോയി ഗുഹയിൽ പോയിരുന്നു. രാമ
പരികരം ബദ്ധ്വാ ധനുരാദായ നിഷ്ഠുരം തൂണീരാവക്ഷയശരൗ ബദ്ധ്വാ യതോ ഭവൽ പ്രഭു രാമ. അതായത് പ്രഭുവായിട്ടുള്ള രാമൻ പരികരം ബദ്ധ്വ, അരയും തലയും മുറുക്കിയിട്ട് നമ്മൾ പറയില്ലേ, അതാണ് പരികരം ബദ്ധ്വ, അരയും തലയും മുറുക്കിയിട്ട് നിഷ്ഠുരം ധനു ആദായ, ക്രൂരമായിട്ടുള്ള വില്ലിനെ അങ്ങോട്ട് എടുത്തു. അക്ഷയശരൗ തൂണീരൗ ബദ്ധ്വ, അതായത് ഒടുങ്ങാത്ത ആവനാഴികൾ, ഒടുങ്ങാത്ത അമ്പുകളുള്ള ആവനാഴി അങ്ങോട്ട് എടുത്തു. നല്ല ഭയങ്കര ശക്തിയുള്ള ഒരു വില്ലുടുത്തു. ഒടുങ്ങാത്ത ആവനാഴി, ഒടുങ്ങാത്ത അമ്പുകളോടുകൂടിയുള്ള ആവനാഴി എടുത്തു. എന്നിട്ടോ യാത്ര അഭവൽ, യാത്രയ്ക്ക് അതായത് തയ്യാറായി നിന്നു. യതഃ അഭവത്, സന്നദ്ധനായി. അതായത് എല്ലാറ്റിനും പ്രഭു പറഞ്ഞാൽ എന്താ, സർവശക്തൻ തന്നെ പറയണം. അപ്പോൾ സർവശക്തനായിട്ടുള്ള രാമൻ യുദ്ധത്തിന് വേണ്ടി അരയും തലയും മുറുക്കിയിട്ട് തൻ്റെ വളരെ വിശേഷപ്പെട്ട ആ കോദണ്ഡം, ആ വില്ലെടുത്തു. എന്നിട്ട് അമ്പൊടുങ്ങാത്ത ആ 2 ആവനാഴികളെ അഗസ്ത്യൻ കൊടുത്തിട്ടില്ലേ, അതും എടുത്തു. അതൊക്കെ പിന്നാപ്പുറത്ത് കെട്ടി, പിൻഭാഗത്ത് വെച്ച് കെട്ടി തയ്യാറായി. അതായത് അങ്ങനെയാണല്ലോ, ആവനാഴി ഇങ്ങനെ പിന്നിലല്ലേ, എന്നിട്ട് അതൊന്നും ഇങ്ങനെ എടുക്കുകയല്ലേ. അപ്പോൾ അഗസ്ത്യൻ കൊടുത്തില്ലേ അമ്പൊഴിയാത്ത ആവനാഴി, അതെടുത്തു. പിന്നെ കോദണ്ഡം ആണ് രാമൻ്റെ വില്ലേ, ആ കോദണ്ഡപാണി എന്നല്ലേ പറയുന്നേ. അപ്പോൾ ആ കോദണ്ഡം എന്നുള്ള വില്ല് കയ്യിലെടുത്തിട്ട് അരയും തലയും മുറുക്കി നമ്മൾ പറയില്ലേ, അങ്ങനെ യുദ്ധത്തിനങ്ങോട്ട് തയ്യാറായി. രാമ പരികരം ബദ്ധ്വാ ധനുരാദായ നിഷ്ഠുരം തൂണീരാവക്ഷയശരൗ ബദ്ധ്വാ യതോ ഭവൽ പ്രഭുഃ തത ആഗത്യ രക്ഷാംസി രാമസ്യോപരി ചിക്ഷിപു ആയുധാനി വിചിത്രാണി പാഷാണാൻ പാദപാനഭി. തഥാ രക്ഷാംസി ആഗത്യ, അനന്തരം രക്ഷസുകൾ, അതായത് രാക്ഷസന്മാർ വന്നിട്ട്, വിചിത്രാണി ആയുധാനി, പല പല ആയുധങ്ങളെയും, പാഷാണാൻ, കല്ലുകളെയും, അവർ കല്ലൊക്കെ എടുത്തിട്ട് യുദ്ധത്തിന് വന്നിരുന്നു. പാദപാൻ അഭി, പാദപങ്ങളെയും, പാറകളൊക്കെ, രാമസ്യ ഉപരി ചിക്ഷിപു, രാമൻ്റെ മീതയ്ക്ക് എറിയാൻ തുടങ്ങി. അതായത് രാക്ഷസന്മാരൊക്കെ എത്തിയപ്പോഴേക്കും പല വിധത്തിലുള്ള ആയുധങ്ങൾ അവർ കയ്യിലുണ്ട്. പല വലിയ കല്ലുകൾ, പാറകൾ, വലിയ പാറക്കല്ലുകൾ, വൃക്ഷങ്ങൾ, ഇതൊക്കെ രാമൻ്റെ മേലേക്ക് എറിഞ്ഞു. തത്ര ആഗത്യ രക്ഷാംസി രാമസ്യോപരി ചിക്ഷിപു ആയുധാനി വിചിത്രാണി പാഷാണാൻ പാദപാനഭി. ഈ 2 ശ്ലോകമാണ് കേട്ടോ. താനി ചിച്ഛേദ രാമോപി ലീലയാ തിലശ ക്ഷണാത് തതോ ബാണസഹസ്രേണ ഹത്വാ താൻ സർവരാക്ഷസാൻ ഖരം ത്രിശിരസം ചൈവ ദൂഷണം ചൈവ രാക്ഷസം ജഘാന പ്രഹരാർദ്ധേന സർവാനേവ രഘൂത്തമ. രാമാഭിരാമനും താനി അവയെ ലീലയാ, കളിയായിട്ട്, ക്ഷണാത് തിലശഃ ചിച്ഛേദ, ലീലയായിട്ട് ഒരു എള്ളുമണി തടുക്കണ പോലെ, അല്ലെങ്കിൽ ഒരു എള്ളിൻ്റെ ഒരു കഷ്ണം, ഒരു എള്ളെടുത്തിട്ട് മുറിക്കണ പോലെ, അത്ര നിഷ്പ്രയാസം ലീലയായിട്ട്, ഒരു വിനോദം പോലെ അതിനെയൊക്കെ തടുത്തു. തതഃ ബാണസഹസ്രേണ, അനന്തരം 1000 അമ്പുകൾ കൊണ്ട് താൻ സർവരാക്ഷസാൻ ഹത്വ, ആ സർവരാക്ഷസന്മാരെയും നിഗ്രഹിച്ചു. ഖരം ത്രിശിരസം ദൂഷണം രാക്ഷസം ച. ഖരൻ, പിന്നെ അവരുടെ ഏറ്റവും വലിയ നായകന്മാരായിട്ടുള്ള ഖരനെയും ത്രിശിരസിനെയും ദൂഷണേനെയും ഓരോ രാക്ഷസന്മാരെയും പ്രഹരാർത്ഥേന, അതായത് വളരെ കുറച്ച് സമയം കൊണ്ട്, അർദ്ധയാമം കൊണ്ടെന്നർത്ഥം, ഒരു യാമത്തിൻ്റെ പകുതി കൊണ്ട് സർവാനേവ രഘൂത്തമ ജഘാന, എല്ലാവരെയും ശ്രീരാമൻ നിഷ്പ്രയാസം കൊന്നു തള്ളി. ആ ആയുധങ്ങൾ പിടിച്ച് പർവ്വതങ്ങളും പാറകളും വൃക്ഷങ്ങളൊക്കെ രാമൻ്റെ നേലിക്ക് എറിഞ്ഞും കൊണ്ട് വന്ന അവരെയൊക്കെ എള്ളിൻ്റെ മണിപ്രായമായിട്ട് ഖണ്ഡിച്ചു എന്ന്.
എള്ളിൻ്റെ മണി എങ്ങനെ എത്ര നിഷ്പ്രയാസം അതിനെയൊക്കെ തടുത്ത് അവരുടെ എല്ലാറ്റിനെയും മുറിച്ചിട്ടു. അതിന് ശേഷം അനേകം അമ്പുകളെ ഒരേ സമയത്ത് വിട്ടിട്ട് ആ 14,000 രാക്ഷസന്മാരെയും ഒറ്റയടിക്ക് നിഗ്രഹിച്ചു. ഒടുവിൽ അവരൊക്കെ പോയപ്പോൾ പിന്നെ ഇവരുടെ നേതാക്കളായിട്ടുള്ള ഖരനും ത്രിശിരസും ദൂഷണനും രാമനോട് എതിർത്തു വന്നു. അവരെ അതെ വളരെ വേഗം അർദ്ധയാമം എന്താ പറയുക, നമ്മളെ 3.25 നാഴികയ്ക്കുള്ളിൽ ഭഗവാൻ അവരെയും നിഗ്രഹിച്ചു തള്ളി. താനി ചിച്ഛേദരാമോപി ലീലയാ തിലശക്ഷണാത് തതോ ബാണസഹസ്രേണ ഹത്വാ താൻ സർവരാക്ഷസാൻ ഖരം ത്രിശിരസം ചൈവ ദൂഷണം ചൈവ രാക്ഷസം ജഘാന പ്രഹരാർദ്ധേന സർവാനേവ രഘൂത്തമഃ. 36. ലക്ഷ്മണോപി ഗുഹാമധ്യാൽ സീതാമാദായ രാഘവേ സമർപ്യ രാക്ഷസൻ ദൃഷ്ട്വാ ഹതാൻ വിസ്മയമായയൗ. ലക്ഷ്മണനും ഗുഹാമധ്യത്തിൽ നിന്ന് സീതാം ആദായ സീതയെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് രാഘവയെ സമർപ്യ, അതായത് ശ്രീരാമൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഹതാൻ രാക്ഷസൻ ദൃഷ്ട്വ, ഇത്തര രാക്ഷസന്മാർ മുഴുവൻ നിഗ്രഹിക്കപ്പെട്ടതായി കണ്ടിട്ട് വിസ്മയമായ അത്ഭുതമായി. ഇത്ര വേഗേ 3.25 നാഴിക കൊണ്ട് സകലരെയും 14,003 ഹരിച്ചു അല്ലേ. ലക്ഷ്മണൻ സീതയെ വേഗം പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് ശ്രീരാമനെ ഏൽപ്പിച്ചിട്ട് യുദ്ധക്കളത്തിൽ രാമനാൽ വധിക്കപ്പെട്ട ആ കണക്കില്ലാത്ത രാക്ഷസന്മാരെ കണ്ടിട്ട് ശരിക്കും നോക്കിയിട്ട് അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത് കേട്ടോ. ലക്ഷ്മണോപി ഗുഹാമധ്യാൽ സീതാമാദായ രാഘവേ സമർപ്യ രാക്ഷസാൻ ദൃഷ്ട്വാ ഹതാൻ വിസ്മയമായയൗ. 37. സീതാരാമം സമാലിംഗ്യ പ്രസന്നമുഖപങ്കജ ശസ്ത്രവ്രണാനി ചാംഗേഷു മമാർജ ജനകാത്മജ. പാവം സീത, ജനകാത്മജ സീത രാമം സമാലിംഗ്യ, ജനകപുത്രിയായിട്ടുള്ള സീത രാമനെ ആലിംഗനം ചെയ്തിട്ട് പ്രസന്നമുഖ പങ്കജ, വളരെ സന്തോഷം കൊണ്ട് വികസിച്ച മുഖത്തോടു കൂടിയവളായിട്ട് അങ്കേഷു ശസ്ത്രവർണാനി, രാമൻ്റെ ഓരോ അവയവങ്ങളിലും ഈ എന്താണ് അമ്പ് കൊണ്ടൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അതുണ്ടായ ആ മുറികളെയൊക്കെ മമാർജ തലോടി. ആ ജനകപുത്രിയായിട്ടുള്ള സീത രാമനെ ആലിംഗനം ചെയ്ത് സന്തോഷത്തോടു കൂടി ഈ രാക്ഷസന്മാരുടെ അസ്ത്രങ്ങളേറ്റ് ശരീരത്തിലൊക്കെ മുറികളുണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ തൻ്റെ കൈകൊണ്ട് തലോടി പിന്നെ തുടച്ചു കളഞ്ഞു. എന്താ അറിയോ, സീതയല്ലേ, സീതയല്ലേ. അപ്പോൾ ദേവി തൻ്റെ ശക്തിയും ഇവിടെ ഉപയോഗിച്ചു എന്ന് പറയുകയാണ്. വ്രണങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കി, അതാണ് മാർജനം ചെയ്തു എന്ന് പറഞ്ഞ. സീതാദേവി തലോടിയപ്പോൾ ആ മുറികളൊക്കെ അപ്പം തന്നെ ഉണങ്ങി എന്ന് പറയുകയാണ് കേട്ടോ. സീതയുടെ മായ ശക്തി ഉപയോഗിച്ചു. സീതാരാമം സമാലിംഗ്യ പ്രസന്നമുഖ പങ്കജ ശസ്ത്രവ്രണാനി ചാംഗേഷു മമാർജ ജനകാത്മജ. 38, 39. സാപി ദുദ്രാവ ദൃഷ്ട്വാ താൻ ഹതാൻ രാക്ഷസപുങ്കവാൻ ലങ്കാം ഗത്വാ സഭാമധ്യേ ക്രോശന്തി പാദസന്നിധൗ രാവണസ്യ പപാതോർവ്യം ഭഗിനിം തസ്യ രാക്ഷസ ദൃഷ്ട്വാ തം രാവണ പ്രാഹ ഭഗിനിം ഭയവിഹ്വലാം. ഇപ്പം ഖരനോട് പോയി പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായില്ല അല്ലേ. ഖരൻ 14,000 ആൾക്കാരെ അയച്ചു, അവരെ മുഴുവൻ ശ്രീരാമൻ കൊന്നു. പിന്നെ ഖരനും ത്രിശിരസും ദൂഷണനും കൂടി പോയി അവരെയും കൊന്നു. അപ്പം ഇനി പിന്നെ എന്താണ് പകരം വീട്ടാൻ പറ്റിയില്ല ശൂർപ്പണഖയ്ക്ക്. അപ്പം ഇനി രാവണൻ്റെ അടുത്ത് പോണതാണ് കേട്ടോ. താൻ രാക്ഷസപുങ്കവാൻ ഹതാൻ ദൃഷ്ടുവ, ആ രാക്ഷസന്മാരെ മുഴുവൻ ശ്രീരാമൻ കൊന്നതായിട്ട് കണ്ടിട്ട് രാക്ഷസ തസ്യ രാവണസ്യ ഭഗിനി, രാക്ഷസനായ ആ രാവണൻ്റെ സഹോദരിയായിട്ടുള്ള ഈ ശൂർപ്പണഖ ദുദ്രാവ ഓടി ലങ്കാംഗത്വ, ലങ്കയിലേക്ക് ഓടിക്കൊണ്ട് പോയി. എന്നിട്ട് ക്രോശന്തി തല തല്ലി നിലവിളിച്ചും കൊണ്ട് സഭാമധ്യേ രാവണൻ്റെ സഭയിൽ ഉർവ്യാം പപാത നിലത്ത് ചെന്ന് കരഞ്ഞ് കിടന്ന് നിലത്ത് വീണ് കരഞ്ഞു, നിലത്ത് ഉരുണ്ട് കരഞ്ഞു. ഭയവിഹ്വലാം ഭഗിനിയും താം ദൃഷ്ടുവ, പേടിച്ച് അരണ്ട് ഇരിക്കണ ഈ സ്വന്തം സഹോദരിയെ കണ്ടിട്ട് രാവണ പ്രാഹ, രാവണൻ ഇപ്രകാരം പറഞ്ഞു. അതായത് ഖരനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ
നിരാശയോടുകൂടി ദുഃഖത്തോടുകൂടി ഈ ശൂർപ്പണഖ ഓടിപ്പോയി ലങ്കയിലേക്ക്. സഹോദരനായിട്ടുള്ള രാവണൻ്റെ സഭയിൽ ചെന്നിട്ട് അവിടെ നിലത്ത് വീണ് ഉരുണ്ട് കരഞ്ഞു. ആ പേടിച്ച് വിറച്ച് കിടന്ന് ഉരുണ്ട് കരയണ ആ സഹോദരിയെ കണ്ടിട്ട് രാവണൻ അവളോട് ഇപ്രകാരം പറഞ്ഞു. അപ്പം നമുക്ക് 38, 39 വായിച്ചിട്ട് പിന്നെ അതും കൂടി പറ്റുന്നുള്ളത്. പിന്നെ 5 ഒന്നിച്ചാണ് കേട്ടോ. സാപി ദുദ്രാവ ദൃഷ്ട്വാ താൻ ഹതാൻ രാക്ഷസപുങ്കവാൻ ലങ്കാം ഗത്വാ സഭാമധ്യേ ക്രോശന്തീപാദസന്നിധൗ രാവണസ്യ പപാതോർവ്യം ഭഗിനിം തസ്യ രാക്ഷസ ദൃഷ്ട്വാ താം രാവണ പ്രാഹ ഭഗിനിം ഭയവിഹ്വലാം. അപ്പം സഹോദരിയോട് പറയാണ് ആര്? രാവണൻ. ഉത്തിഷ്ഠോത്തിഷ്ഠവത്സേ ത്വം വിരൂപകരണം തവ കൃതം ശക്രേണ വാ ഭദ്രേ യമേന വരുണേന വാ കുബേരാണാഥവാ ബ്രൂഹി ഭസ്മീകുര്യാം ക്ഷണേന തം രാക്ഷസി തമുവാചേദം ത്വം പ്രമത്തോ വിമൂഢധീഃ പാനാസക്ത സ്ത്രീവിജിത ഷണ്ഡ സർവത്ര ലക്ഷ്യസേ ചാരചക്ഷുർവിഹീനസ്ത്വം കഥം രാജാ ഭവിഷ്യസി ഖരശ്ചന്നിഹത സംഖ്യേ ദൂഷണ സ്ത്രീശിരാസ്തഥാ 14 സഹസ്രാണി രാക്ഷസാനാം മഹാത്മനാം നിഹതാനി ക്ഷണേനൈവ രാമേണാസുരശത്രുണാ ജനസ്ഥാനമശേഷേണ മുനീനാം നിർഭയം കൃതം ന ജാനാസി വിമൂഢസ്ത്വമത ഏവമയോച്യതേ. എന്താ അറിയോ? വത്സേ ത്വം ഉത്തിഷ്ഠ. ഹേ പ്രിയ സഹോദരി, നീറ്റു നിലത്ത് കിടന്ന് കരയാണല്ലോ. അപ്പം നീറ്റു പറഞ്ഞു. തവ വിരൂപകരണം ശക്രേണ വാ കൃത. നിന്നെ വിരൂപയാക്കിയത് ഇന്ദ്രനാണെങ്കിലും ഭദ്രേ യമേന വാ വരുണേന വാ. നിന്നെ ഇതുപോലെ വിരൂപയാക്കിയത് ഇന്ദ്രനാണെങ്കിലും യമനാണെങ്കിലും വരുണനാണെങ്കിലും അഥവാ കുബേരനാണെങ്കിലും ബ്രൂഹി പറഞ്ഞാലും. നിന്നെ ആരാ അങ്ങനെ വിരൂപയാക്കിയത്? ഇന്ദ്രനായാലും വരുണനായാലും യമനായാലും കുബേരനായാലും പറഞ്ഞോളൂ. തം ക്ഷണേന ഭസ്മീകൃതം. ഞാൻ ക്ഷണം കൊണ്ട് അവനെ ഭസ്മമാക്കിക്കൊള്ളാം. രാക്ഷസി തം ഇതം ഉവാച. അപ്പോൾ എന്താ പറഞ്ഞ് പിന്നെ ശൂർപ്പണഖ, ഇങ്ങനെ ആരായാലും ഞാൻ അവനെ ഭസ്മാക്കിക്കൊള്ളാം. ആരാ നിന്നെ ഇങ്ങനെ വിരൂപയാക്കിയതെന്ന് പറയൂന്ന് രാവണൻ പറഞ്ഞപ്പോൾ ശൂർപ്പണഖ രാവണനോട് പറഞ്ഞു, രാക്ഷസി തം ഇതം ഉവാച. രാക്ഷസി പറഞ്ഞു. രാക്ഷസി പറഞ്ഞപ്പോൾ ഇവിടെ പിന്നെന്താണ് ശൂർപ്പണഖ. ത്വം പ്രമത്തഃ വിമൂഢധിഃ. നീ നല്ല ശക്തിശാലിയാണ് എന്നുള്ള അഹങ്കാരം ഉണ്ടല്ലോ നിനക്ക്. നീ ഏറ്റവും മൂഢബുദ്ധിയാണ്. നിൻ്റെ ബുദ്ധി മൂഢബുദ്ധിയാണ് നിനക്ക്. വിമൂഢതി പറഞ്ഞില്ലേ? നീ വിചാരിക്കണ പോലെ അഹങ്കാരിയാണെങ്കിലും നീ ബുദ്ധിമാനൊന്നുമല്ല. എന്താ പറയണ വെച്ചാൽ പാനാസക്ത സ്ത്രീവിജിത. നീ കള്ളും കുടിച്ചിരിക്കുകയാണ്. അതായത് മദ്യത്തിൽ തൽപരനും പിന്നെ സ്ത്രീവിജിത സ്ത്രീകളാൽ ജയിക്കപ്പെട്ടവനും ഷണ്ഡ നപുംസകവുമാണെന്ന് സർവത്ര ലക്ഷ്യസേ. എനിക്കിപ്പോൾ ബോധ്യായി നിനക്കൊരു വീര്യമില്ലാന്ന്. ചാരചക്ഷുർവിഹീനഹത്വം. അതായത് ചാരനായിട്ടുള്ള അതായത് ചാരന്മാരെ ഒന്നും കണ്ടുപിടിക്കാനുള്ള കഴിവില്ലാത്ത, ചാരചക്ഷുസില്ലാത്തന്ന്, ചാരന്മാരെ കണ്ടുപിടിക്കാനുള്ള കണ്ണില്ലാത്ത നീ കഥം രാജാ ഭവിഷ്യസി. എങ്ങനെ നീ രാജാവാന്ന് പറയാം? ചാരന്മാരെയൊക്കെ കണ്ടുപിടിച്ച് അവരെ നിഗ്രഹിക്കേണ്ട ആവശ്യമില്ലേ രാജാവിന്, രാജ്യത്തിനെ സംരക്ഷിക്കാൻ? അതൊന്നും നീ ചെയ്യണില്ല. നീ എങ്ങനെ ഒരു നല്ല രാജാവാണെന്ന് പറയാം? ഖരഹ ദൂഷണ ത്രിശിരാഹ ച സംഖ്യേ. ഖരനും ദൂഷണനും ത്രിശിരസും യുദ്ധത്തിൽ നിഗ്രഹിക്കപ്പെട്ടു. മഹാത്മനാം രാക്ഷസാനാം 14 സഹസ്രാണി. മാത്രമല്ല നല്ല വീരന്മാരായിട്ടുള്ള 14,000 രാക്ഷസന്മാരും അസുരശത്രുണ രാമേണ നിഹതാനി. അസുരന്മാരുടെ മുഴുവൻ ശത്രുവായിട്ടുള്ള രാമനാൽ കൊല്ലപ്പെട്ടു. ജനസ്ഥാനം അശേഷേണ. ഈ ജനസ്ഥാനം മുഴുവനും മുനീനാം നിർഭയം കൃതം. മുനിമാർക്ക് സുഖമായി. ആ ജനസ്ഥാനം എന്നുള്ള സ്ഥലം ഉണ്ടല്ലോ, അല്ലെങ്കിൽ മുനിമാർ ധാരാളം ഉള്ള ആ സ്ഥലം മുഴുവൻ ഇപ്പോൾ ആ മുനിമാർക്ക് നിർഭയമായിട്ട് അവിടെ ജീവിക്കാമെന്നുള്ള നിലയാക്കി തീർത്തു രാമൻ. എല്ലാ രാക്ഷസന്മാരെയും കൊന്നിട്ട് ആ ജനസ്ഥാനത്തിൽ. ത്വം ന ജാനാസി. അതൊന്നും നീ അറിയാതെ ഇവിടെ കള്ളും കുടിച്ച് സ്ത്രീജിതനായിട്ടിരിക്കുകയാണ് പറയാണ്.
അതഹ ഏവ വിമൂഢ ഇതി മയ, അതുകൊണ്ടാണ് ഞാൻ അങ്ങ് വെറും മൂഢനാണ് എന്ന് പറഞ്ഞതെന്ന്. അപ്പോൾ എന്താ പറഞ്ഞ് പിന്നെ ശൂർപ്പണഖ കിടന്ന് കരഞ്ഞപ്പോൾ വേഗം വലിയ സ്നേഹമാണ് അനിയത്തിയോടെ. അപ്പോൾ രാവണൻ പറഞ്ഞു, ശൂർപ്പണഖ നീ എഴുന്നേൽക്കൂ, നിന്നെ ഇങ്ങനെ വിരൂപമാക്കിയത് ആരാ? അതായത് മൂക്കും കണ്ണും മുറിച്ചിട്ടത് ആരാ? യമനാണോ, വരുണനാണോ, ഇന്ദ്രനാണോ, കുബേരനാണോ, ആരായാലും വേണ്ടില്ല, ഞാൻ അവനെ ഈ ക്ഷണം തന്നെ ഞാൻ ഭസ്മാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ശൂർപ്പണഖ പറഞ്ഞ എന്താ അറിയോ? നീ വലിയ പ്രമത്തൻ, വേണ്ട കാര്യങ്ങളിലൊന്നും മനസ്സ് ചെലുത്താത്ത മന്ദബുദ്ധി, മദ്യപാനത്തിൽ വളരെ ആസക്തൻ, സ്ത്രീജിതനാണ്, സ്ത്രീയാൽ ജയിക്കപ്പെട്ടവനാണ് എന്ന് വേണ്ട, നീ ഒരു നപുംസകൻ തന്നെയാണ്. എനിക്ക് മനസ്സിലായി ഇപ്പോൾ അത്. എത്ര ശക്തിയായിട്ടുള്ള വേർഡ്സാണ് ഉപയോഗിക്കണേ. നീ പ്രമത്തനാണ്, അതായത് അഹങ്കാരിയാണ്, നീ അഹങ്കാരിയാണ്, വേണ്ട കാര്യങ്ങളിലൊന്നും മനസ്സ് ചെലുത്താത്തവനാണ്, മന്ദബുദ്ധിയാണ്, മദ്യപാനത്തിൽ ആസക്തിയുള്ളവനാണ്, സ്ത്രീജിതനാണ്, നീ ഒരു നപുംസകൻ തന്നെയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ചാരപുരുഷന്മാരെ കാണാതെ ഉള്ള രാജാവ് എങ്ങനെയാണ് രാജാവാകുക? അസുരന്മാരുടെ ശത്രുവായിട്ടുള്ള രാമൻ ഖരനെയും ദൂഷണനെയും ത്രിശിരസിനെയും മാത്രമല്ല 14,000 രാക്ഷസന്മാരെ 3.25 നാഴിക കൊണ്ട് വധിച്ചു. ആ ജനസ്ഥാനത്തിൽ ഇനി ഒരൊറ്റ രാക്ഷസന്മാരില്ല. മുനികൾക്കൊക്കെ സുഖമായിട്ട് അവിടെ ഇരുന്ന് അവിടെ വസിക്കാം എന്നുള്ള നിലയാക്കി തീർത്തു ശ്രീരാമൻ. അതൊന്നും നീ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ബുദ്ധിശൂന്യനാണെന്ന് വിളിക്കണത് എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് നമുക്ക് ഇവിടെ നിർത്താം. ഇന്ന് ഞാൻ ഈ 5 ശ്ലോകം കൂടി വായിച്ച് നമുക്ക് ഇന്നിവിടെ നിർത്താം. ഉത്തിഷ്ഠോത്തിഷ്ഠവത്സേ ത്വം വിരൂപകരണം തവ കൃതം ശക്രേണ വാ ഭദ്രേ യമേന വരുണേന വാ കുബേരേണാഥവാ ബ്രൂഹി ഭസ്മീകുര്യാം ക്ഷണേന താം. ആരായാലും ഭസ്മാക്കാന്ന് പറഞ്ഞുല്ലോ. അപ്പോൾ രാക്ഷസി തം ഉവാചേദം, അപ്പം രാക്ഷസി പറഞ്ഞു, ത്വം പ്രമത്തോ വിമൂഢതി, അഹങ്കാരിയാണ്, മന്ദബുദ്ധിയാണ്, പാനാസക്ത, മദ്യപാനാസക്തനാണ്, സ്ത്രീവിജിത, സ്ത്രീജിതനാണ്, ഷണ്ഡ, നപുംസകാണ്, സർവത്ര ലക്ഷ്യസേ ചാരചക്ഷുർവിഹീനസ്ത്വം കഥം രാജാ ഭവിഷ്യതി. ചാരന്മാരെ കണ്ടുപിടിച്ച് നിഗ്രഹിക്കാത്ത രാജാവാണോ? ഖരശ്ചനിഹത സംഖ്യേ ദൂഷണസ്ത്രിശിരാസ്തഥാ 14 സഹസ്രാണി രാക്ഷസാനാം മഹാത്മനാം. 14,000 രാക്ഷസന്മാരെയും ഖരനെയും ത്രിശിരസിനെയും ദൂഷണനെയും ആരാണ് വധിച്ചത്? നിഹതാനി ക്ഷണേനൈവ, 3.25 നാഴിക കൊണ്ട്. ആര് വധിച്ചു? രാമേണ അസുരശത്രുണ, രാമൻ എന്ന അസുരശത്രുവിനാൽ. ജനസ്ഥാനം അശേഷേണ, ജനസ്ഥാനം മുഴുവനും മുനീനാം നിർഭയം കൃതം, മുനിമാർ നിർഭയം നടക്കണു. ന ജാനാസി വിമൂഢസ്ത്വമത ഏവമയോച്യതേ, ഇതൊന്നും അറിയാത്തോണ്ടാണ് ഞാൻ മൂഢൻ എന്ന് നിന്നെ വിളിച്ചത് എന്ന് ശൂർപ്പണഖ പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് ഇന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.